2019 രാമനാഥപുരം ജില്ലയിലെ ആരസ്മംഗലത്തിനടുത്തുള്ള ഓടകര പ്രദേശത്തുള്ളയാളാണ് 51 വയസ്സുള്ള നാഗനാഥൻ. ഇദ്ദേഹം വിവാഹിതനും 2 മക്കളുമുണ്ട്. ചെന്നൈയിലെ അശോക് നഗറിൽ സുന്ദർ എന്നയാൾ നടത്തിവന്ന ഒരു ട്രാവൽസ് കമ്പനിയിൽ 9 വർഷമായി ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. ഈ നാഗനാഥൻ ജോലി ആവശ്യത്തിനായി അതേ പ്രദേശത്ത് തന്നെ ഒരു വീട് വാടകയ്ക്ക് എടുക്കുകയും അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ 2019 സെപ്റ്റംബർ മാസം 5-ാം തീയതി നാഗനാഥൻ താൻ ജോലി ചെയ്യുന്ന ആ ട്രാവൽസ് വഴി ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേരെ കുട്രാലത്തിൽ കൊണ്ടാക്കുകയും അവിടെ 3 ദിവസം തങ്ങി പിന്നെയും അവരെ തിരികെ ചെന്നൈയിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരു ജോലി ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ നാഗനാഥൻ 4 പേരെയും വിളിച്ച് കുട്രാലത്തിലേക്ക് പോയി. ചെന്നൈയിൽ നിന്നും തിരിച്ച് അന്ന് മുതൽ ഇടയ്ക്കിടെ നാഗനാഥൻ ഈ ട്രാവൽസ് ഓണറായ സുന്ദറിനെ വിളിച്ച് ഇപ്പോൾ എവിടെയാണ് പോകുന്നത്, വണ്ടിയുടെ കണ്ടീഷൻ എന്താണ്, ഇങ്ങനെ എല്ലാ വിവരങ്ങളും ഇടയ്ക്കിടെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കുട്രാലത്തിൽ അവർ ചുറ്റി നോക്കേണ്ട കാര്യങ്ങളെല്ലാം അവസാനിച്ച് സെപ്റ്റംബർ മാസം 8-ാം തീയതി രാത്രി ഒരു 8 മണിയോടുകൂടി അവർ തിരികെ ചെന്നൈയിലേക്ക് പുറപ്പെട്ടു. ഇക്കാര്യം സുന്ദറിനെയും നാഗനാഥൻ ഫോൺ വിളിച്ച് അറിയിച്ചിരുന്നു. അടുത്ത ദിവസം രാവിലെ ചെന്നൈയിൽ അവർ വരേണ്ട സമയവും ആയി. അന്ന് രാവിലെ ഏറെ സമയമായിട്ടും നാഗനാഥന്റെ പക്കൽ നിന്ന് സുന്ദറിന് ഏതൊരു ഫോൺ കോളും അപ്ഡേറ്റും ലഭിച്ചില്ല. ഇത് കാരണം ആ പോയ പാസഞ്ചേഴ്സിനെ നാഗനാഥൻ ചെന്നൈയിൽ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്തോ എന്നറിയാനായി സ്ഥിരീകരിക്കാനായി നാഗനാഥന് സുന്ദർ ഫോൺ വിളിച്ചു നോക്കി. എന്നാൽ നാഗനാഥന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഏറെ നേരം കാത്തിരുന്നു, വീണ്ടും ശ്രമിച്ചു, അപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാണ്. ഇതിനുശേഷം വിവരം എന്താണെന്നറിയാനായി സുന്ദർ നാഗനാഥൻ താമസിച്ച വീട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ നാഗനാഥന്റെ വീട് പൂട്ടിയിരിക്കുകയായിരുന്നു. നാഗനാഥൻ അവിടെ വന്നിട്ടേ ഇല്ല എന്ന് മനസ്സിലായി. തന്റെ ട്രാവൽസിൽ നിന്നും ഒരു കാറെടുത്ത നാഗനാഥൻ ആ കാറ് മോഷ്ടിച്ച് രക്ഷപ്പെട്ടതാണോ, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് വഴിയിൽ വെച്ച് അനിഷ്ടം എന്തെങ്കിലും സംഭവിച്ചോ? ഇങ്ങനെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലായ ഈ ട്രാവൽസിന്റെ ഉടമ പോലീസിനെ കാര്യം അറിയിച്ചു. 2019 തമിഴ്നാട്ടിൽ സംഭവിച്ച വളരെ ഭയാനകമായ ഒരു കാര്യം, പണത്തിന് വേണ്ടി ഇങ്ങനെയെല്ലാം ചെയ്യുമോ എന്ന് നമ്മെപ്പോലും ചിന്തിപ്പിക്കുന്ന വളരെ ക്രൂരമായൊരു സംഭവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. നാഗനാഥന്റെ പേരിൽ ലഭിച്ച പരാതിയെ തുടർന്ന് പോലീസ് ഈ കേസ് അന്വേഷിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ നാഗനാഥന്റെ മൊബൈൽ നെറ്റ്വർക്ക് പരിശോധിച്ചപ്പോൾ മധുരയ്ക്ക് സമീപമാണ് അത് അവസാനമായി സ്വിച്ച് ഓഫ് ആയതെന്ന് പോലീസ് കണ്ടെത്തി. അതേസമയം ചെന്നൈ മുതൽ കുട്രാലം വരെയുള്ള എല്ലാ ടോൾ ഗേറ്റുകളും CCTV ദൃശ്യങ്ങളും എല്ലാം പോലീസ് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ തിരുച്ചി, മധുര, വിരുദനഗർ, കുട്രാലം വരെയുമുള്ള എല്ലാ ടോൾ ഗേറ്റിലും നാഗനാഥൻ കാർ ഓടിച്ചു കൊണ്ടുപോകുന്നത് റെക്കോർഡായിട്ടുണ്ട്. അതുപോലെ സെപ്റ്റംബർ മാസം 8-ാം തീയതി രാത്രി ഈ ടാക്സി കുട്രാലത്തിൽ നിന്നും മടങ്ങി കുട്രാലം, വിരുദനഗർ തുടങ്ങിയ ടോൾ ഗേറ്റുകൾ കടന്ന് മധുരയിലുള്ള കൊട്ടാമ്പട്ടി ടോൾ ഗേറ്റ് വരെയും ഈ ടാക്സി റിട്ടേൺ ആയിട്ടുള്ളത് റെക്കോർഡായിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള ടോൾ ഗേറ്റിലേക്ക് കാർ വന്നിട്ടില്ല എന്ന് മനസ്സിലായി. ഈ 2 ടോൾ ഗേറ്റുകൾക്കിടയിലുള്ള ഒരു സ്ഥലത്ത് വെച്ച് നാഗനാഥൻ ആ ടാക്സി മറ്റെവിടേക്കോ ഓടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാകുമെന്ന് പോലീസ് സംശയിച്ചു. അതിനാൽ ഇക്കാര്യം രാമനാഥപുരം പോലീസിനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ ചെന്ന് കുടുംബത്തോട് ഇക്കാര്യം അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ കുടുംബം പറഞ്ഞത് നാഗനാഥൻ വീട്ടിലേക്ക് എത്തിയിട്ടില്ല, അദ്ദേഹത്തിന്റെ തിരോധാനത്തെക്കുറിച്ച് കുടുംബത്തിന് ഒന്നും തന്നെ അറിയില്ല എന്നാണ് പോലീസിന് മനസ്സിലായത്. കൂടാതെ നാഗനാഥന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തിന് മുൻപ് രാമനാഥപുരത്ത് നിന്നും ചെന്നൈയിലേക്ക് എത്തിയ ഈ നാഗനാഥന് സ്വന്തമായി 3 ടാക്സികൾ ഉണ്ടായിരുന്നു. ഒരു ട്രാവൽസ് കമ്പനിയും അയാൾ നടത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു അപകടത്തെ തുടർന്ന് മെഡിക്കൽ ചിലവുകൾക്കായി നാഗനാഥൻ തൻ്റെ ഈ 3 ടാക്സികളെയും വിൽക്കാൻ നിർബന്ധിതനായി. തുടർന്ന് അദ്ദേഹം തൻ്റെ 3 ടാക്സിയും വിറ്റ് സ്വന്തം ചികിത്സാ ചിലവുകളെല്ലാം വഹിച്ചു. കൂടാതെ ഇനി കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ മതിയാകൂ എന്നൊരവസ്ഥയാണ്. അതിനാൽ നാഗനാഥൻ ചെന്നൈയിലെ അശോക് നഗറിലെ ഒരു ട്രാവൽസ് കമ്പനിയിൽ ഡ്രൈവറായി ജോലിക്ക് ചേർന്നു. ഇപ്പോഴാണ് പോലീസിന് മറ്റൊരു സംശയം ഉയർന്നു വന്നത്. ഒരുപക്ഷെ ടാക്സിയിൽ യാത്ര ചെയ്ത യാത്രക്കാർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിരിക്കാമോ എന്ന് പോലീസ് സംശയിക്കാൻ തുടങ്ങി. ട്രാവൽ ഏജൻസിയിൽ നിന്നും പോലീസിന് ഇതിനകം ലഭിച്ച വിവരങ്ങൾ പ്രകാരം ആ യാത്ര ജയസുധ എന്ന സ്ത്രീയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അവർ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ അത് ആക്റ്റീവ് അല്ല എന്ന് മനസ്സിലായി.
എന്നാൽ അവർ നൽകിയ ഈ കുറുവമ്പേട്ട എന്ന സ്ഥലത്തെ അഡ്രസ്സിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് പോലീസിന് വീണ്ടും ഒരു വലിയ ഞെട്ടലുണ്ടായത്. അവർ നൽകിയ അഡ്രസ്സിൽ മറ്റൊരു കുടുംബം താമസിക്കുകയാണ്. ആ വീട്ടിലെ ആളുകൾക്ക് ജയസുധ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. അതായത് ജയസുധ തൻ്റെ സ്വന്തം വിലാസമാണെന്നും പറഞ്ഞ് മറ്റൊരു വിലാസമായിരുന്നു ആ ട്രാവൽ ഏജൻസിയിൽ നൽകിയത്. ഇത് ഏതോ ഒരു കാരണത്താൽ ആസൂത്രിതമായി നടന്ന സംഭവമാണെന്ന് പിന്നീട് പോലീസിന് മനസ്സിലായി. ടോൾഗേറ്റിൽ റെക്കോർഡായ CCTV ദൃശ്യങ്ങളിൽ നിന്നും പോലീസ് ജയസുധയുടെ ഫോട്ടോ എടുത്തു. അവരുടെ കൂടെ യാത്ര ചെയ്ത ആ 3 പേർ, ഇവർക്കെല്ലാമുള്ള തിരച്ചിലുകൾ ആരംഭിച്ചു. നാഗനാഥൻ ഓടിച്ചിരുന്ന ഈ ടൊയോട്ടോ ഇന്നോവ കാറിന്റെ ഫോട്ടോ, ആ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ, ടാക്സി ഡ്രൈവർ നാഗനാഥന്റെ ഫോട്ടോ, ജയസുധയുടെ ഫോട്ടോ എന്നിവ തമിഴ്നാട്ടിലെ എല്ലാ ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലേക്കും അയച്ചു. ഇങ്ങനെ ഒരു വശത്ത് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞ്, അതായത് സെപ്റ്റംബർ മാസം 15-ന് മധുരയിലെ കൊട്ടാമ്പട്ടി ടോൾഗേറ്റിൽ നിന്നും അല്പം അകലെയുള്ള സവരപ്പട്ടി ഗ്രാമത്തിലെ ഒരു ജലസേചന കനാലിൽ ഒരു വഴിയാത്രക്കാരൻ അഴുകിയ നിലയിൽ ഒരു മനുഷ്യന്റെ മൃതദേഹം കിടക്കുന്നത് കണ്ടു. ഉടൻ തന്നെ അയാൾ ഇത് പോലീസിനെ വിളിച്ചറിയിക്കുകയും ചെയ്തു. ഈ വിവരത്തെ തുടർന്ന് കൊട്ടാമ്പട്ടി പോലീസ് ഈ സംഭവ സ്ഥലത്തെത്തി മൃതദേഹം പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. ഈ ഡെഡ് ബോഡി ആരുടേതാണെന്ന് അറിയാനായി മധുരയിൽ രജിസ്റ്റർ ചെയ്ത കാണാതായ കേസുകളെല്ലാം വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങി. പഴയ ഫയൽസ് എല്ലാം നോക്കാൻ തുടങ്ങി. ആ സമയത്ത് മറ്റൊരു സംശയം ഉയർന്നു വന്നു. അതായത് കണ്ടെത്തിയ ഈ മൃതദേഹം ഒരുപക്ഷെ ചെന്നൈ പോലീസിൽ നിന്നും വന്ന ആ കാണാതായ കേസിൽ ഉൾപ്പെട്ട ആളുടേതായിരിക്കുമോ? ഇങ്ങനെയൊരു സംശയം വന്നു. തുടർന്ന് ചെന്നൈ പോലീസിനെയും നാഗനാഥന്റെ കുടുംബത്തെയും അറിയിച്ചു. മൃതദേഹം കണ്ട നാഗനാഥന്റെ കുടുംബാംഗങ്ങൾ അത് വളരെ ശ്രദ്ധാപൂർവം പരിശോധിച്ചു. എന്നിട്ട് അതെ സാർ, ഇത് നാഗനാഥനാണെന്നും പറഞ്ഞ് ആ സ്ഥലത്ത് തന്നെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഒരു പക്ഷെ കാറിൽ സഞ്ചരിച്ച ആളുകൾ നാഗനാഥനെ എവിടെയെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാകാം. ആ വ്യക്തികളെ കണ്ടെത്തിയാൽ നാഗനാഥനെയും രക്ഷിച്ച് തിരികെ കൊണ്ടുവരാം എന്നായിരുന്നു പോലീസും അദ്ദേഹത്തിന്റെ കുടുംബവും കൂടെ ജോലി ചെയ്തിരുന്ന സുഹൃത്തുക്കളെല്ലാം ചിന്തിച്ചത്. എന്നാൽ ഇങ്ങനെ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത് എല്ലാവർക്കും വലിയ ഞെട്ടലുണ്ടാക്കി. ഈ ഘട്ടത്തിലാണ് ഈ കേസിന്റെ ഗൗരവം എല്ലാവർക്കും മനസ്സിലായത്. ഈ കേസിൽ ഉൾപ്പെട്ട 4 പേരെ കണ്ടെത്താൻ തമിഴ്നാട് പോലീസ് കഠിനമായി തന്നെ ശ്രമിച്ചു. ഈ കേസിൽ നിരവധി ജില്ലകളിലായി തീവ്രമായ രീതിയിൽ വാഹന പരിശോധനകൾ നടത്തി. 2019 ഒക്ടോബർ മാസം 2-ന് ഇങ്ങനൊരു വാഹന പരിശോധനയ്ക്കിടെ പോലീസിനൊരു പ്രധാനപ്പെട്ട വിവരം ലഭിച്ചു. അന്നത്തെ തിരച്ചിലിൽ ഈ വാഹന പരിശോധനയിൽ ഏർപ്പെട്ടിരുന്ന ഒരു പോലീസിന് ഉരയൂരിലെ ഒരു ഷെഡിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഇന്നോവ കാർ കണ്ടെത്തി. എന്നാൽ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പർ വ്യത്യസ്തമായിരുന്നു. എന്നിരുന്നാലും അവർ ആ കാർ തീവ്രമായി പരിശോധിച്ചു. അപ്പോഴാണ് ആ കാറിൻ്റേത് വ്യാജ രജിസ്ട്രേഷൻ നമ്പറായിരുന്നുവെന്ന് കണ്ടെത്തിയത്. കൂടാതെ കാറിന്റെ എഞ്ചിൻ നമ്പർ പരിശോധിച്ചപ്പോൾ അത് കാണാതായ നാഗനാഥൻ ഓടിച്ചിരുന്ന കാറാണെന്നും അവർ സ്ഥിരീകരിച്ചു. തുടർന്ന് ആ ഷെഡിൽ ഉണ്ടായിരുന്ന ആളുകളെ ചോദ്യം ചെയ്തപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയുടെ പേര് പറഞ്ഞു. ഇവർ പറഞ്ഞ ആ പ്രത്യേക വ്യക്തിയെ കണ്ടെത്തി അയാളോട് ചോദിച്ചപ്പോൾ ഈ സ്ത്രീ തനിക്കൊരു സ്ത്രീയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കളും വിറ്റതായും അതിനുവേണ്ടി മുൻകൂറായി ഒരു 20,000 രൂപ ഞാൻ അവർക്ക് നൽകിയെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. ഇതിനുശേഷം പോലീസുകാർ അയാളിൽ നിന്നും ആ സ്ത്രീയുടെ മൊബൈൽ നമ്പർ വാങ്ങി. എന്നിട്ട് ആ മൊബൈൽ നമ്പർ വെച്ചുകൊണ്ട് തന്നെ ആ സ്ത്രീയെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ആ സ്ത്രീയുടെ സ്ഥലം കണ്ടെത്തി. ഒക്ടോബർ മാസം 4-ന് ജയസുധയെ കണ്ടെത്തി. ജയസുധയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് തീവ്രമായി തന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ പിന്നീടാണ് പുറത്തു വന്നത്. 35-കാരിയായ ജയസുധ തിരുച്ചി സംഗലിയാന്തപുരം സ്വദേശിയായിരുന്നു. വിവാഹിതയാകാത്ത ജയസുധ ഒരു വക്കീലായിരുന്നു. ചെന്നൈയിൽ ഒരു മസാജ് സെന്ററും അവർക്കുണ്ടായിരുന്നു. ചെന്നൈ, തിരുച്ചി, പോണ്ടിച്ചേരി എന്നിടങ്ങളിൽ ഇവർക്ക് സ്വന്തമായി വീടുകളുണ്ട് എന്നും പറയപ്പെടുന്നു. ഈ സമയത്ത് അവരും അവരുടെ സുഹൃത്തായ ഫിറോസ് അഹമ്മദും ചേർന്ന് പുതുച്ചേരിയിൽ ഒരു ഹോട്ടൽ ആരംഭിച്ചു. അതിൽ ഇവർ പാർട്ട്ണറായി ചേർന്നു. എന്നാൽ ഇവർ ആരംഭിച്ച ആ ഒരു ഹോട്ടൽ ശരിയായി പ്രവർത്തിച്ചില്ല. അതിനാൽ വലിയ നഷ്ടത്തിലേക്ക് അത് മാറി. ഇപ്പൊ പണം സമ്പാദിക്കാൻ മറ്റെന്ത് വഴിയാണുള്ളതെന്ന് 2 പേരും ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ട്രാവൽ ഏജൻസികളൊക്കെ ഇങ്ങനെ ഓടുന്ന ട്രാവൽസ് അല്ലെങ്കിൽ ടാക്സികളൊക്കെ എടുത്ത് മോഷ്ടിച്ച് വിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയിലേക്ക് അവർ വരുന്നത്. ഈ പുതിയ ബിസിനസ്സിനായി ഇവരുടെ ഹോട്ടലിൽ ജോലി ചെയ്ത ജഗദീശൻ എന്ന വ്യക്തിയെയും അവന്റെ സുഹൃത്തായ ഹരിഹരൻ എന്ന വ്യക്തിയെയും പങ്കാളികളാക്കി. ഇവരുടെ പദ്ധതി പ്രകാരം ജയസുധ ഒരു കാർ ബുക്ക് ചെയ്യും. എന്നിട്ട് ഡ്രൈവർക്ക് അടുത്തുള്ള സീറ്റിൽ തന്നെ ഇരിക്കും. മറ്റു 3 പേർ പിൻ സീറ്റിലിരിക്കും. ഈ സമയം ജയസുധ ഡ്രൈവറോട് സംസാരിച്ച് പതിയെ അവനെ തന്റെ കെണിയിൽ വീഴ്ത്തും. ഏതെങ്കിലും കടയിൽ കാർ നിർത്തി ഡ്രൈവർക്ക് പണം കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങി വരാൻ ആവശ്യപ്പെടും. ഇപ്പോൾ ഡ്രൈവർ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ആ കടയിലേക്ക് പോകും. ആ ഗ്യാപ്പിൽ
കാർ ഇവർ ഓടിച്ചുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടണം. ഇതായിരുന്നു അവരുടെ പദ്ധതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2019 സെപ്റ്റംബർ മാസം 5-ന് ചെന്നൈയിലെ അശോക് നഗറിലെ ട്രാവൽസിൽ ഇവർ കുട്രാലം വരെയും പോകാനായി ഒരു കാർ ബുക്ക് ചെയ്തു. തുടർന്ന് അവർ കുട്രാലത്തിലേക്കും പോയി. പോകുമ്പോൾ ഇവരുടെ പദ്ധതി പ്രകാരം നാഗനാഥന്റെ കയ്യിൽ പണം കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങി വരാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നാഗനാഥൻ സാധനം വാങ്ങാനായി പുറത്തു പോകുമ്പോഴെല്ലാം കാർ ഓഫ് ചെയ്ത് ആ കീയും തൻ്റെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. പക്ഷെ കാറിലുണ്ടായിരുന്നവർ പ്രതീക്ഷിച്ചത് നാഗനാഥൻ ആ കീ കാറിൽ തന്നെ വച്ചിട്ട് സാധനം വാങ്ങാൻ പോകുമെന്നായിരുന്നു. പക്ഷെ ഓരോ തവണയും നാഗനാഥൻ പുറത്തു പോകുമ്പോഴെല്ലാം കാർ ഓഫ് ചെയ്ത് ആ കീയും തൻ്റെ കയ്യിൽ എടുത്തുകൊണ്ടാണ് സാധനം വാങ്ങാൻ കടയിലേക്ക് പോയത്. ഈ ഒരു പ്രവൃത്തി ഈ കള്ളന്മാരുടെ സംഘത്തിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ശരി, തിരികെ വരുമ്പോൾ ഇനി എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി ഇവർ 3 ദിവസത്തോളം നാഗനാഥനുമായി വളരെ അടുപ്പത്തിൽ തന്നെ സംസാരിച്ചു. അയാളുടെ ഒരു വിശ്വാസം നേടി. അങ്ങനെ തിരിച്ചു വരുമ്പോൾ വീണ്ടും നാഗനാഥനെ ചില സാധനങ്ങൾ വാങ്ങാനായി പറഞ്ഞയച്ചു. എന്നാൽ അപ്പോഴും അയാൾ താക്കോൽ തൻ്റെ കയ്യിൽ തന്നെ കരുതിയിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ 4 പേരുടെയും ക്ഷമ നശിച്ചു. തങ്ങളുടെ ഈ കാർ വിറ്റ് പണം സമ്പാദിക്കാമെന്നുള്ള ആശയം ഇവർ നാഗനാഥനോട് പറഞ്ഞു. നിങ്ങൾ ഇതിന് സമ്മതിച്ചാൽ നിങ്ങൾക്കും ഷെയർ നൽകാമെന്ന് നാഗനാഥനോട് ഇവർ പറയാൻ തുടങ്ങി. പക്ഷേ ഒരു ട്രാവൽ ഏജൻസി നടത്തുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിലുപരി ആ ഉടമ ഡ്രൈവറെ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഡ്രൈവറും ഓണർക്ക് എത്രത്തോളം വിശ്വസ്തനായിരിക്കണം. ഇക്കാര്യങ്ങളെല്ലാം മുൻപ് ട്രാവൽസ് കമ്പനി നടത്തി പരിചയസമ്പന്നനായ നാഗനാഥന് നന്നായി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു പദ്ധതിക്ക് അദ്ദേഹം സമ്മതിച്ചില്ല. ഇക്കാരണത്തിൽ ആ കാറിനുള്ളിൽ തന്നെ ഒരു സംഘർഷ സാഹചര്യം ഉടലെടുത്തു. അപ്പോഴാണ് ഈ മധുരയിലെ കൊട്ടാമ്പട്ടി പ്രദേശത്തേക്ക് എത്തിയപ്പോൾ ഇവർക്കിടയിൽ തർക്കം വളരെ വർദ്ധിക്കുകയും നാഗനാഥൻ കാർ ഒരു വശത്ത് നിർത്തി. ഈ സമയം മറ്റു മാർഗമില്ല എന്ന് തോന്നിയ ഈ 4 പേർ ഒരു കയറെടുത്ത് കഴുത്തിൽ കുരുക്കി ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. ഒരല്പസമയം കഴിഞ്ഞ് ശ്വാസം വിടാൻ കഴിയാതെ അദ്ദേഹം ആ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. തുടർന്ന് കാർ തങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്ന ഈ ഒരു സംഘം കാർ ഓടിച്ച് ഒരു വിജനമായ പ്രദേശത്ത് കൊണ്ട് പാർക്ക് ചെയ്ത് നാഗനാഥന്റെ മൃതദേഹം ആ ഒരു പ്രദേശത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനുശേഷം തിരുച്ചിയിൽ നിന്നുള്ള ഒരാളുടെ കയ്യിൽ നിന്നും 20,000 രൂപ മുൻകൂർ പണം വാങ്ങുകയും അയാൾക്ക് ഈ കാർ വിൽക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിന് ശേഷം 4 പേരും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോയി. ഇതിലുണ്ടായിരുന്ന ഈ ജയസുധ ബാംഗ്ലൂര്, പിന്നെ അവിടെ നിന്നും ഹൈദരാബാദ്, ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു. വളരെ സന്തോഷമായി. ജയസുധയുടെ ഈ കുറ്റസമ്മതമെല്ലാം പോലീസ് കേട്ടതിന് ശേഷം 35-കാരിയായ ജയസുധയെയും 34-കാരനായ ഫിറോസ് അഹമ്മദിനെയും ഇവർക്ക് പങ്കാളികളായ 34 വയസ്സുള്ള ഹരിഹരൻ, 24 വയസ്സുള്ള ജഗദീശൻ, ഈ 4 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഈ ഒരു കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇവർക്ക് ശരിയായ ശിക്ഷ ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഈ ഒരു കേസിലൂടെ എനിക്ക് പറയാനുള്ളത്, ഒരാൾ ഉപജീവനത്തിനായി മോഷ്ടിച്ചാൽ പോലും അത് ഏതെങ്കിലും വിധത്തിൽ നമ്മെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയും. എന്നാൽ അതിനും അപ്പുറം ഒരാളെ കൊന്ന് അതിൽ നിന്നും മോഷ്ടിച്ചതിന് ശേഷം പിന്നെയും അതിൽ നിന്നും ഒരു ലാഭം കണ്ടെത്തി എങ്ങനെയാണ് യാതൊരു കുറ്റബോധവുമില്ലാതെ പിന്നീട് സന്തോഷകരമായി ജീവിക്കാൻ കഴിയുന്നത്? ഇതാണ് വലിയൊരു ഉയർന്നു വരുന്നൊരു വലിയ ചോദ്യവും അതേസമയം നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായി മാറുന്നത്. ഇത്തരം വ്യക്തികളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നാഗനാഥൻ വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു. ചെയ്യുന്ന ജോലിയോടും തൻ്റെ ഉടമയോടും അയാൾ വിശ്വസ്തത പാലിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിന് സ്വന്തം ജീവൻ വെടിയേണ്ടി വന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുറ്റവാളികൾക്ക് ഏത് തരം ശിക്ഷ കൊടുത്താൽ നന്നായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നതിന് മുൻപായി മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.